നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സും അവരുടെ നെക്സ്റ്റ് ആക്ഷനും എന്തായിരിക്കും, ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കും. അതാണിത്. 1, 2, 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡ് സെലക്ട് ചെയ്യാം. ജനറൽ എനർജിയാണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. മൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. നമ്മൾ ഈ റീഡിംഗ് എടുക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. പിന്നെ അടുത്ത ചോദ്യം നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്. അവസാനം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഓറക്കിൾ മെസ്സേജ് നോക്കും, എന്നിട്ടാണ് ഇതെല്ലാം നോക്കുന്നത്. 1, 2, 3 ഈ കാർഡ്സിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. രണ്ടാമത്തെ കാർഡ് ഇവിടെ, മൂന്നാമത്തെ കാർഡ് ഇവിടെ. ഓക്കെ, അപ്പം നമുക്ക് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഒന്നാമത്തെ കാർഡിൻ്റെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണിത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു കാർഡ് തരുന്നത്. ഒരു കാർഡിന് ഞാൻ പറയും ചില സമയത്ത് കുറേ കാർഡ് വരാറുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള ഒരു കാർഡ് തരണേ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ കാർഡ്സ് വന്നേക്കുന്നത് ഒന്ന് ഓം, യൂണിവേഴ്സൽ സൗണ്ട്. The universal sound Om, chant it to unlock profound spiritual growth. Specifically, focus on nurturing your crown chakra to attain a sense of eternity in your life. എന്നേക്കുമായിട്ടുള്ള ഒരു ശാശ്വതമായ ഒരു സൊല്യൂഷൻ നിങ്ങളുടെ സിറ്റുവേഷന്, അതാണ് ആ ഒരു എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള ഒരു സന്തോഷം, ഒരു സമാധാനം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ക്രൗൺ ചക്ര ക്ലിയർ ചെയ്യാനായിട്ട് ഓം എന്ന വാക്ക് ജപിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് എന്താണെന്ന് വെച്ചാൽ സ്നേക്ക്, പ്യൂരിഫൈ ത്രൂ your throat chakra. The snake represents the throat chakra and its significance in purifying everything that enters your life, your body. Be mindful and attentive while communicating with others. നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് ശിവഭഗവാന്റെ ആ കാളകൂട വിഷം കുടിച്ചു കഴിഞ്ഞപ്പോൾ തൊണ്ടയിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്തി. അതാണ് ശിവരാത്രി. അപ്പോൾ ആ ഒരു ഇതിനെയാണ് കാണിക്കുന്നത്, സർപ്പത്തിൻ്റെ വിഷം. അപ്പോൾ അത് ശരീരത്തിലേക്ക് പടരാൻ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് കഴുത്തിന് മുകളിലേക്ക് നീല കളറായി മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചായിരിക്കണം. മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ കളിയാക്കാനോ മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനോ ഉള്ള ഒരു ചാൻസ് കൊടുക്കരുതെന്നാണ് പറയുന്നത്. തേർഡ് ഐ ചക്ര നിങ്ങളുടെ ഭയങ്കര ക്ലെൻസിങ്ങിൻ്റെ ഒരു ഇതാണ് പറയുന്നത്. 3 കാർഡും ഒരു ക്ലെൻസിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. തേർഡ് ഐ ചക്ര കണക്ട് വിത്ത് ഡിവൈൻ ഗൈഡൻസ്. This card emphasizes the significance of harmonizing your third eye chakra to establish a profound connection with God and receive His divine guidance.
അപ്പോൾ തേർഡ് ഐ ചക്രയും നിങ്ങൾ അതും ക്ലെൻസ് ചെയ്യണം എന്നാണ്, അൺബ്ലോക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻറ്റ്യൂഷനാണ് തേർഡ് ഐ ചക്ര. നമ്മളുടെ ഗൈഡൻസ്, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആ കാര്യം നമ്മൾ പ്രാർത്ഥിക്കും ദൈവമേ. ചിലർ ബൈബിള് തുറന്ന് വെച്ചിട്ട് ഒരു പ്രത്യേക പേജ് തുറക്കുമ്പോൾ അതിനകത്ത് മറുപടി കിട്ടാറുണ്ട് മിക്കവർക്കും. അത് നമ്മൾ ഏത് ദൈവികമായ ബുക്കാണോ എടുക്കുന്നത് അതിനകത്ത്, ഇപ്പോൾ ഖുറാൻ തുറന്ന് വെച്ച് നമ്മൾ അത് നോക്കുന്നുണ്ടോ എന്ന് എനിക്കല്ല, എന്നോട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഖുറാനും ഫോളോ ചെയ്യാം. അപ്പോൾ ഹിന്ദുക്കളും ചെയ്യുന്നതാണ് ഭഗവത്ഗീത, അത് ഇതൊക്കെ. അപ്പം നമ്മളത് ഒരു പ്രാർത്ഥിച്ച് എനിക്ക് ഈ വഴിക്ക് അതിനൊരു മറുപടി തരണേ എന്ന് പറയുമ്പോൾ നമ്മൾ തുറക്കുമ്പോൾ ശരിക്കും മറുപടി കിട്ടാറുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള മറുപടിക്ക് പകരം നമ്മളുടെ തോന്നലുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്, നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, നമ്മൾക്ക് മറ്റുള്ളവരുടെ ഒരു കാര്യം നമ്മളുടെ ചുറ്റും ഒരു ഭാവികമായ ഒരു കാര്യം നടക്കുമ്പോൾ നമുക്കറിയാം അത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ്, അത് അവിടെ നടക്കേണ്ട കാര്യമില്ലെന്ന്. മനസ്സിലായി? അപ്പം അങ്ങനെ പലതരത്തിലാണ് ദൈവം നമുക്ക് മെസ്സേജ് തരുന്നത്. ഈ യൂണിവേഴ്സ്, നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത് ആ ശക്തി. എന്തായാലും അപ്പം ഇവിടെ ഒരു അറിവില്ലായ്മ കാണിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ശരിയായ ധാരണ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരാൾക്ക് മറ്റേയാളെക്കുറിച്ച് ഒരു ധാരണയില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ്, ദ ഫൂൾ, ഒന്നില്ലെങ്കിൽ ഒരാൾ മറ്റേയാളെ ഫൂളാക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഇതൊരു റിസ്ക് എടുത്തതാണ്. രണ്ടുപേർക്കും ഇതിന് വലിയ ഫ്യൂച്ചറൊന്നും കാണുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം, എനിക്ക് തോന്നുന്നത് ഇത് വർക്ക് ചെയ്യും എന്നാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറിയ പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ, നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം നന്നായിട്ട് അറിയുന്നവർ നിങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കയറിയുള്ളൂ റിലേഷൻഷിപ്പിൽ, അതല്ലെങ്കിൽ നിങ്ങൾ കയറാനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എന്തായാലും ഒരു ഫൂളിൻ്റെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. എന്നുവെച്ചാൽ ഇന്നസെൻസ് ആണത്. മനസ്സിലായോ? എടുത്തു ചാടുക, അതാണ് ഇത്. അക്വേറിയസ് ഏരീസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് ഈ കാർഡ് നിങ്ങളുടെ ജനറൽ എനർജിയിൽ, ഓവറോൾ എനർജിയിൽ വന്നേക്കുന്നത്? മെജോറിറ്റി കാർഡ് മറിഞ്ഞാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ക്ലാരിഫൈ എന്തുകൊണ്ടാണ് ഒരു ഫുൾ കാർഡ് വന്നത്? അപ്പോൾ ഒരാൾ ഭയങ്കര ഹാപ്പിയാണ്, എന്തോ ഒരു കാര്യം, ഒരാളോ രണ്ടുപേരോ എന്തോ പിടിച്ചടക്കിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഉള്ളത്. അതുപോലെ വളരെ ഹാപ്പിയാണ്, വളരെ വളരെ ഹാപ്പിനെസ് ആണ്. സൺ കാർഡിന് വേറൊരു കാര്യം കൊണ്ടുണ്ട്, ക്ലാരിറ്റി. ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ, സൂര്യപ്രകാശം വരുമ്പോൾ രാത്രി കുറ്റാക്കുരുട്ടൊന്നും കണ്ടു, പിന്നെയാണ് നേരം വെളുത്ത് വരുമ്പോൾ പതുക്കെ പതുക്കെ കാര്യങ്ങൾ വിശദമായിട്ട്, രാത്രി ആളുകളെ പോലെ തോന്നിയിരുന്ന കാര്യങ്ങൾ വാഴകളാണ്, മരങ്ങളാണ്, മൃഗങ്ങൾ ആയിരിക്കാം എന്നൊക്കെ നമുക്ക് തിരിച്ചറിവ് തരുന്നത് സൂര്യനാണ് അല്ലേ? സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത്, നമ്മുടെ മൊബൈൽ ടോർച്ചോ അല്ലെങ്കിൽ ടോർച്ചോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ക്ലാരിറ്റി കൊണ്ടുവരുന്നത് ആരാണ്? സൂര്യഭഗവാനാണ്. അപ്പോൾ ക്ലാരിറ്റി വരുന്നതും അതുപോലെ തന്നെ അറിവ്, ജ്ഞാനം. ഓക്കെ, അപ്പോൾ ഇതൊരു വിക്ടറി പോലെയാണ് കാണിക്കുന്നത്. എന്തോ ഒരു കാര്യം പിടിച്ചടക്കിയ പോലത്തെ ഒരു ഫീലിംഗ്. അപ്പോൾ പിടിച്ചടക്കുന്ന കാര്യം വരുമ്പോൾ നമുക്ക് ഒറ്റ ബുദ്ധിയാണ്. ഓക്കെ, ഇത് നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എനിക്കിപ്പോൾ ഇത് വേണം എന്നൊരു ചിന്ത ഇവിടെ ആർക്കോ ഉള്ളതുപോലെ. അപ്പോൾ അക്വേറിയസ്, ഏരീസ്, ലിയോ, പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ? നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്?
ഓക്കെ, എന്തായാലും എടുക്കാം. ജഡ്ജ്മെൻറ്റ്, 8 of Wands റിവേഴ്സ്, 9 of Wands, പിന്നെ 6 of Pentacles റിവേഴ്സ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തേർഡ് പാർട്ടിയുടെ പ്രശ്നം ഉണ്ടായിരുന്നോ? അതെന്തായാലും ഇല്ല. ഇപ്പോൾ ആ സിറ്റുവേഷൻ മാറി. അപ്പോൾ ഇതൊന്നില്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ചില സമയത്ത് നമ്മൾ വിവാഹം കഴിച്ച് കഴിഞ്ഞാലും നമ്മൾ ജോലി എടുക്കുമ്പോൾ അതിലൊരു ഓഹരി നമ്മളുടെ വീട്ടിലേക്ക്, പെൺകുട്ടികളാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക്, ആൺകുട്ടികളാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കൊടുക്കുക. അത് നമ്മളുടെ കടമയാണ്. കാരണം നമ്മൾ ഇത്രയും നോക്കി വളർത്തിയത് നമ്മളുടെ പാരൻസാണ്. ആരാണോ നമ്മളെ നോക്കി വളർത്തിയത് അവർക്ക് തിരിച്ചു കൊടുക്കണം. അത് നമ്മളുടെ കടമയാണ്. നമ്മളത് കണ്ണടച്ചിരുട്ടാക്കിയാലും എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും നമ്മളുടെ കടമകളിൽ നിന്ന് നമ്മൾ മാറാൻ പാടില്ല. അത് തിരിച്ചടിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, വഴക്കോ എന്തുമായിക്കോട്ടെ, പാരൻസിനോട് നമ്മളെല്ലാവരും ഹാപ്പി ആവണമെന്നില്ല. അവരും മനുഷ്യരാണ്. അവർക്കും അവരുടേതായ കുറ്റം മീൻസ് തെറ്റുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവർ കുറ്റമില്ലാത്ത ആളുകളല്ല, ദൈവങ്ങളല്ലല്ലോ നമ്മളാരും, മാലാഖമാരല്ല. എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരും തെറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കടമകൾ നമ്മൾ എന്തായാലും നമ്മൾ തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം അത് നമ്മളുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ളൊരു നിക്ഷേപമാണ്. നമ്മളുടെ അച്ഛനും അമ്മയോട് എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ മക്കൾ നമ്മളോട് പെരുമാറുന്നത്. അപ്പം നമ്മളത് എപ്പോഴും ഓർക്കണം. അല്ലാതെ അച്ഛനും അമ്മയും വൃദ്ധസദനത്തിൽ കൊണ്ട് ആക്കുക, എന്നിട്ട് മക്കൾ നമ്മളെ നോക്കുന്നില്ലെന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് നടന്നിട്ട് ഒരു കാര്യമില്ല. മനസ്സിലാവുന്നു? അപ്പം നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്, കുട്ടികൾ അതൊക്കെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. പിന്നെ ദൈവം ഒരാൾ മുകളിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ടല്ലോ. നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയാലും അതിനെല്ലാം കണക്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുക. മനസ്സിലായി? റിലേഷൻഷിപ്പിൽ ഒരാൾ മറ്റേ ആളെ ജഡ്ജ് ചെയ്യുക, ചെയ്യുന്നതെല്ലാം കുറ്റം പറയുക. അത് മാത്രമല്ല എല്ലാവരെയും വിളിച്ച് അറിയിക്കുക. അതാണിത് കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യായവിധി. രണ്ടുപേരുടെയും സൈഡ് കേട്ടിട്ട് ഫൈനലായിട്ടൊരു വിധി പറയുന്ന പോലെ. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബൈബിളിൽ എന്താ പറയുക, എൻഡ് ഓഫ് ഡേയ്സിൽ മാലാഖ വന്ന് കാഹളമൂടുമ്പോൾ എല്ലാവരും ശവകുടീരങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അന്നാണ് അന്ത്യവിധി. നമ്മൾ ചെയ്തത് കൂട്ടിയതിലെല്ലാം നല്ല സൈഡും ചീത്ത സൈഡും നോക്കിയിട്ട് നമ്മളെ എങ്ങോട്ടാണ് നിങ്ങൾ പോകേണ്ടത് എന്നൊരു തീരുമാനം പറയുന്ന അന്നാണ്. മനസ്സിലാവുമ്പോൾ അപ്പോൾ ഇതൊരു തിരിച്ചറിവും കൂടിയാണ്. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവും കൂടിയാണെന്നാണ് പറയുന്നത്. പിന്നെ പുതിയൊരു ജീവിതത്തിൻ്റെ പുതിയൊരു ഫേസിലേക്ക് പോവുക എന്ന് വെച്ചാൽ, ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടായി, അത് നമ്മൾ അറിഞ്ഞു, നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്ത് രണ്ടാമതൊരു ഫേസിലേക്ക് പോവുക. രണ്ടാമതൊരു ആ ജീവിതത്തിൻ്റെ തന്നെ രണ്ടാമത്തെ പടവിലേക്ക് പോവുക. അങ്ങനെ രണ്ടാമതൊരു തുടക്കം, അതും കൂടിയാണ് ജഡ്ജ്മെൻറ്റ്. പിന്നെ ഡിലേ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരാൾ ഒരു കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. ഇയാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 9 of Wands. അപ്പോൾ ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഡിലേസ് കാണിക്കുന്നുണ്ട്. വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര ഈസി അല്ല, അത്ര പെട്ടെന്ന് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ സ്വന്തം കാര്യം നോക്കുകയാണ്. ഇപ്പോൾ ആവശ്യമില്ലാതെ രണ്ടുപേരും തമ്മിലുള്ള ഇഷ്യൂസിൽ ഒരാൾ പറഞ്ഞ് തീർപ്പാക്കിയിട്ടുണ്ട്. അതിന് ആ പേഴ്സൺ അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കണം. അപ്പോൾ അതിൽ കുറച്ച് ഡിലേസ് കാണുന്നത് കൊണ്ട് മറ്റേ ആൾ സ്വന്തം കാര്യം നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ. മനസ്സിലായോ? അപ്പോൾ ഒരു കുറച്ചും കൂടെ ക്ലാരിറ്റി ഇവിടെ വരാനുണ്ടെന്നാണ് പറയുന്നത് മറ്റേ ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലവേഴ്സാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ട്, കുട്ടികളുണ്ട് ഇവിടെ. പിന്നെ ഇത് ഒരു ലോങ്, നിങ്ങൾ കുറേ ആഗ്രഹിച്ച് റിലേഷൻഷിപ്പിലേക്ക് കയറിയ രണ്ടുപേരാണ്. പക്ഷെ ഒരാൾക്ക് കുറച്ച് ഈഗോ ഉണ്ട്. എല്ലാവരിലും കുറച്ച് ചീത്തയുണ്ടാവും. എത്ര ചീത്ത ആളുകളാണെങ്കിലും അതിലും കുറച്ച് നന്മയുണ്ടാവും. അങ്ങനെയാണ് മനുഷ്യർ. അപ്പോൾ മറ്റുള്ളവരെല്ലാം ഭയങ്കര നല്ല ആളാണെന്ന് പറയുന്ന ആൾ ചിലപ്പോൾ ഫാമിലിക്ക് വേണ്ടി നല്ലതാവണം എന്നില്ല. പുറത്തുള്ളവർക്കൊക്കെ വളരെ സമ്മതയുമായ ഒരു സ്ത്രീയോ പുരുഷനോ വീട്ടുകാർക്ക് നല്ലതാവണം എന്നില്ല. മനസ്സിലായോ? അപ്പോൾ നാട് നന്നാക്കാൻ ഇറങ്ങുന്ന ആളുകളെല്ലാം വീട് നന്നാക്കുന്നുണ്ട് എന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. വളരെ ഈഗോ ഉള്ള, പക്ഷേ ഹസ്ബൻഡും വൈഫുമാണ്. കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസും ആണ് കാണിക്കുന്നത്.
അപ്പോൾ ഇതിൽ ക്വീൻ ഓഫ് വാൻസിനാണോ പ്രശ്നം, ഒരു സ്ത്രീയാണോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് വെച്ചാൽ ഭാര്യയും ഭർത്താവും, ഭാര്യ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ, ഭാര്യയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരാൻ ഭർത്താവ് വെയിറ്റ് ചെയ്യുകയാണോ, അതോ ഭർത്താവ് കുറ്റപ്പെടുത്തുകയാണോ ഭാര്യയെ എപ്പോഴും നീ ചെയ്യുന്നത് ശരിയല്ല, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, ഏത് നേരവും കുറ്റപ്പെടുത്തുന്ന ഒരു എനർജിയാണോ ഇവിടെ കാണിക്കുന്നത്. എന്തായാലും ലവേഴ്സാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ ചെറുപ്പത്തിലേ പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ട് വളരെ ആഗ്രഹിച്ച് മോഹിച്ച ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന പോലെ, പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് കയറി സീരിയസ് ആയി കഴിഞ്ഞപ്പോൾ പല ന്യൂനതകളും മറ്റേ പേഴ്സണിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതു നേരവും ജഡ്ജ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 പെൺകുട്ടികളെ കാണിക്കുന്നുണ്ട്. ഒരു പെൻറ്റക്കിൾസും കാണിക്കുന്നുണ്ട്, ഒരു കപ്സും കാണിക്കും. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണത്. അപ്പോൾ 2 ഫാമിലിയിലായിട്ട് മക്കളുണ്ടോ ആർക്കെങ്കിലും ഇതിനകത്ത്? കാരണം 2 ഫാമിലിക്ക് ഒരാൾ ചിലവിന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് വേണ്ടാന്ന് പറയുകയാണ്. കാരണം മെയിനായിട്ടുള്ള ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ടായി. അത് നിങ്ങളാണോ ആരാണ് തേർഡ് പേഴ്സൺ എന്നറിയില്ല. അപ്പോൾ എന്തായാലും 2 ഫാമിലി കാണിക്കുന്നുണ്ട്. 2 ഫാമിലിയിലും കുട്ടികളുണ്ട്. അപ്പോൾ ലീഗലായിട്ടുള്ള കുട്ടികളുണ്ടോ ഇല്ലീഗലായിട്ടുള്ള കുട്ടികളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇല്ലീഗലായ കുട്ടികൾക്ക് ഇനിയിപ്പം ആ ഫാമിലിക്ക് ഒന്നും കൊടുക്കാൻ പാടില്ലെന്ന് ലീഗലായ ഫാമിലിയിലുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പക്ഷേ ആ സിറ്റുവേഷൻ പ്രാവർത്തികമായിട്ടില്ല. ഇപ്പം പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്യുന്നില്ല, ഒരു കണക്ഷനും ഇല്ലാത്ത പോലെ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നിങ്ങളുടെ പേഴ്സണോ നിങ്ങൾക്കോ ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകളയാൻ പറ്റില്ല. നിങ്ങളുടെ പേഴ്സൺ ആണെന്നാണ് ഞാൻ എടുക്കുന്നത് ഇവിടെ കേട്ടോ. അപ്പോൾ ഇവിടെ ഈ റിലേഷൻഷിപ്പ് വേരറ്റ് പോകാൻ പോയതാണ്, കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കണക്ട് ചെയ്യാൻ പോയതാണ്. ആൾക്കാർ ഇടപെട്ട് അത് തിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ഇപ്പം ഇതാണ് സിറ്റുവേഷൻ. കുറച്ചൊരു സമാധാനമുണ്ട്, എന്നാൽ ഒരു തീരുമാനം എടുത്തെങ്കിലും ആൾക്കാർ പറഞ്ഞ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ആ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പ്രാവർത്തികമായിട്ടില്ല. അപ്പോൾ അതിൻ്റേതായൊരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇവിടെ കാണിക്കുന്നത് സോഡിയാക് സൈൻ സ്കോർപ്പിയോ ഉണ്ട്, ജെമിനായി ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഈ നിമിഷം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഇതാണ് നമ്മൾ നോക്കുന്നത്. ഈ നിമിഷം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾ കോ ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് പറയുന്നത്. ചില നിങ്ങൾ 2 പേരും ഭാര്യയും ഭർത്താവും 2 പേരും ഡിപ്പെൻഡൻ്റ് ആണ് ഈച്ച് അതർ. ചിലപ്പോൾ ഒരാൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന, മറ്റേ ആൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കേട്ടോ. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു പ്രത്യക്ഷത്തിൽ ആരും ആരെയും കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന പോലെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഫീലിംഗ് ഉണ്ട്. ആ പേഴ്സണിൻ്റെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പേഴ്സണലായിട്ടുള്ള ഒരു ലൈഫ് ഇല്ല എന്നാണ് അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? എപ്പോഴും അത് ശരിയാവണമെന്നില്ല. പലരും സീക്രട്ടി സൂക്ഷിക്കുന്നവരാണ്. അവർക്കെല്ലാം പേഴ്സണലായ ലൈഫ് സീക്രറ്റ്സ് ഉള്ളവരായിരിക്കാം മെജോറിറ്റി ആളുകളും. പക്ഷേ അതിന് മറ്റയാൾ അനുവദിക്കാതിരിക്കുമ്പോഴാണ് അവർ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത്. മനസ്സിലായി? അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു എന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ ഒരാൾ മറ്റയാളെ കൺട്രോൾ ചെയ്യുന്നില്ല, പക്ഷേ ഇമോഷണലി ഒരാൾ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെ. അപ്പം നിങ്ങളുടെ പേഴ്സണ് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന, നിങ്ങൾ പറയുന്നതല്ല സത്യം എന്നാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നതൊന്നും പെരുമാറ്റം വേറൊന്നാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരാം കേട്ടോ. ഇത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ഉള്ളത് കൊണ്ടാണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്ന ഒന്നാണ്. നിങ്ങൾ കള്ളത്തരം ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല വെള്ള ചമയുന്ന ഒരു എനർജിയാണ്, പക്ഷേ വളരെ പ്ലാനിങ് ഉള്ള ഒരു എനർജിയാണ്, വളരെ കണ്ണിങ് ആണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുപോലെ തന്നെ വളരെ അറിവ്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു എനർജിയാണ് നിങ്ങൾ. എല്ലാവരോടും വളരെ സൗഹൃദത്തോടെ പെരുമാറുന്ന, നിങ്ങളുടെ റിലേഷൻഷിപ്പിലും പ്രത്യക്ഷത്തിൽ നിങ്ങൾ വഴക്കടിക്കാത്ത ഒരു എനർജിയാണ്. നിങ്ങൾ ഒതുങ്ങി നിൽക്കുന്ന ഒരു എനർജിയാണ്. മാരീഡാണ്, അപ്പോൾ ലോങ് ടേം പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോവില്ല. നിങ്ങളുമായിട്ടുള്ള
റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ വിട്ടു പോകില്ല എന്ന പേഴ്സൺ കൺഫേം ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാ എനർജീസ് വെർഗോ, പൈസസ്, ലിയോ, ഇത്രയുമാണ് എനർജി. ഓക്കെ, അപ്പോൾ ഇത് ലോങ് ടേം ആണ്. ഇവരുടെ മീൻസ് ഇതൊരു ലീഗൽ ബോണ്ടാണ്, ഇത് ബ്രേക്ക് ചെയ്യില്ല. അത് ഏത് വിധേനയും എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങളുടെ പേഴ്സൺ അതിന് എഗെയിൻസ്റ്റ് ആണ്. ഒരു ലീഗൽ ഡിവോഴ്സിന് നിങ്ങളുടെ, ഒരു സെപ്പറേഷന് നിങ്ങളുടെ പേഴ്സൺ എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇനി എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്യുക? അപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, പറഞ്ഞ് സോൾവ് ചെയ്ത കാര്യങ്ങൾ, അവിടെ കാര്യങ്ങൾ നടക്കാൻ കുറച്ചൊരു മുടക്കമുള്ള പോലെ, കുറച്ചൊരു ഡിലേ ഉള്ള പോലെ ഉണ്ട്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്യുക? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സത്യം തുറന്നു പറയും, പ്രശ്നങ്ങൾ തുറന്നു പറയും. അപ്പോൾ കാര്യങ്ങൾ ശരിയാണ്, ഇങ്ങനെയാണ് എന്ന കാര്യം പറയും. എന്തായാലും ഇവിടെ ഒരു സത്യം തുറന്നു പറയാനുള്ള ഒരു ചാൻസ് ഈ പേഴ്സൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നത് അത് ഒരു എന്താ പറയുക, ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പറഞ്ഞു പറ്റിച്ചതായിരിക്കാം. കുട്ടി ആരുടെയാണ് എന്നറിയില്ല കേട്ടോ. അപ്പോൾ അവർ കുറേ പൈസ അടിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ തിരിച്ചറിവായിട്ടുണ്ടെന്ന് തോന്നുന്നു തൽക്കാലത്തേക്ക്. പേഴ്സൺ ഒരു ബോധം വന്നിട്ടുണ്ട് ഇത്. കാരണം മൾട്ടിപ്പിൾ പ്രയോറിറ്റീസാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഒഴിവാക്കേണ്ടി വരും. കാരണം ഭയങ്കര ബേർഡനാണ്. രണ്ട് ഫാമിലി നോക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഒരു സിറ്റുവേഷൻ അങ്ങോട്ട് ഇല്ലാതാക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത്. അപ്പോൾ നിങ്ങളോട് സത്യം തുറന്ന് പറയും. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഈ പേഴ്സൺ എതിര് നിൽക്കില്ല. കാരണം നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചിട്ട് ഒരു ദിവസം അങ്ങോട്ട് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ പേഴ്സൻ്റെ ഒരു ബേസിക് സ്വഭാവം കുറച്ച് ഉഴപ്പാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയിൽ തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിന് ശേഷം തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം തേർഡ് പാർട്ടി ആയിട്ടുള്ളത്. എന്തായാലും ഇത് ഒഴിവാക്കാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ പ്ലാൻ. അപ്പോൾ എന്തായാലും അത് കുറച്ച് സമയം നിങ്ങളുടെ പേഴ്സണ് വേണ്ടി വരും. കാരണം നേരായ വഴിക്ക് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകില്ല. കാരണം അവർ നിങ്ങളുടെ പേഴ്സണെ കൊണ്ടാണ് ജീവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് സമയം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തുറന്ന് പറയും, എന്തുകൊണ്ടാണ് ഇവിടെ ഡിലേ വരുന്നതെന്ന്. കാരണം നിങ്ങൾ തമ്മിൽ നമ്മൾ റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ് പ്രശ്നം. ഒരാൾ ഈഗോ വെച്ചിട്ട് മറ്റേയാളോട് കാര്യങ്ങൾ തുറന്ന് പറയില്ല. നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പറയുക, അതാണ്. ഒളിച്ചു വെക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ നുണ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ നീ നുണ ഓർത്തിരിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫസ്റ്റ് തന്നെ ചെയ്യാതിരിക്കുക. രണ്ടാമത് ചെയ്തെങ്കിൽ ആ തെറ്റ് പറഞ്ഞേക്കുക. നമ്മൾ നുണ പറഞ്ഞു വരുമ്പോൾ അത് കോളമാവും ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ എല്ലാ കാര്യവും നിങ്ങളോട് തുറന്ന് പറയാൻ ട്രൈ ചെയ്യാണ്. ഒരു തേർഡ് പാർട്ടിയായിട്ട് ഒരു റീകൺസിലിയേഷന് പോകുന്നില്ല, അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പണം കൊടുത്ത് സെറ്റിൽ ചെയ്യേണ്ട കാര്യമുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ പണം കൊടുത്തില്ലെങ്കിൽ തേർഡ് പാർട്ടി ഇത് വലിയൊരു ടവർ മൊമെൻ്റ് ഉണ്ടാകും. അവരൊരു ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ ഇവർക്കറിയില്ല എന്നുള്ളൂ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നുള്ള കാര്യം തേർഡ് പാർട്ടിയോട് പറയണം നിങ്ങളുടെ പേഴ്സൺ. മനസ്സിലായോ? സത്യം തുറന്ന് പറയണം, ഇനി എനിക്കിതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിവാകണം. അതിന് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് അത് നിങ്ങളോട് പേഴ്സൺ പറയും. അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. എന്താണ് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ പറയും. ഇവിടെ സോഡിയാക് സൈൻസ് കാണിക്കുന്ന ലീബ്ര, സ്കോർപിയോ, സാജിറ്റേറിയസ്, അക്വാരിയസ്, ഇത്രയും സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് അത് കാര്യം മുമ്പോട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാണുക, ലോജിക്കലായിട്ട് കാണുക, ഇമോഷണലായിട്ട് കാണണ്ട. ഒരു തെറ്റ് പറ്റി, ഓക്കെ, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക, അതിനുള്ള സൊല്യൂഷൻ കണ്ടു, എന്താണ് ഇത് നിർത്താത്തത്, എന്താണ് ഇത് ഡിസ്കണക്ട് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്, പുറകിൽ നിന്ന് ഏത് നേരവും ഈ പേഴ്സണെ നാഗ് ചെയ്യാതിരിക്കുക, ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. പേഴ്സൺ അത് അവസാനിപ്പിക്കാനുള്ള ഒരു പ്രോസസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇപ്പം നമ്മളൊരു വണ്ടി നിർത്തണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബ്രേക്ക് ചവിട്ടാൻ പറ്റില്ല. പല കാര്യങ്ങളുണ്ടായിരുന്നു. വണ്ടി സ്ലോ ആക്കണം, സൈഡ് ഒതുക്കണം, സിഗ്നൽ കൊടുക്കണം, എന്നിട്ടല്ലേ വണ്ടി നിർത്താൻ പറ്റുള്ളൂ. നമുക്കല്ലാതെ നടു റോട്ടിൽ ഒരാൾ വണ്ടി നിർത്തുമെന്ന് പറയുമ്പോൾ ടകയെന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ വളരെ ദൂരം വണ്ടികളൊന്നും ഇരിക്കും.
അല്ലേ? അതുപോലെ തന്നെയാണ് ജീവിതം. ഒരു കാര്യം നിർത്തണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ പതുക്കെ 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 നിർത്തിക്കൊണ്ടേ വരാൻ പറ്റും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിലുള്ളപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ചെയ്യും ഈ പേഴ്സൺ. ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് കാർഡിൻ്റെ റീഡിങ്. ഓക്കെ, അപ്പോൾ ഞാൻ സോഡിയാക് സൈൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കാർഡ്സ് എടുക്കാം. തിരിച്ചെടുത്ത് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോകും. ഇന്നത്തെ കാലത്തെ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണ്. ചിലർക്ക് അതിന് മടിയാണ്, പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെയുണ്ട്. എല്ലാവരും ഒരു പുതുമ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റും. സ്കോർപ്പിയോത് അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിലെ ഹാപ്പിനെസ് കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ പിന്നെ പുറത്തേക്ക് അവർ നോക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ ഇത്രയും ജ്ഞാനായിട്ട് തന്നത് സോറി. നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോവാം അല്ലേ? അപ്പോൾ രണ്ടാമത്തെ കാർഡാണിത്. രണ്ടാമത്തെ കാർഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണിത്. അപ്പോൾ നമുക്കിനി ഓറക്കൽ മെസ്സേജ് ഈ റിലേഷൻഷിപ്പിന് ഇവർ രണ്ടാമത്തെ കാർഡ് എടുത്തവർ റിലേഷൻഷിപ്പിൻ്റെ ഓറക്കൽ മെസ്സേജ് എന്താണ് ഭഗവാനെ? മെസ്സേജ് കറക്റ്റായിട്ടുള്ള ഓറക്കൽ മെസ്സേജ്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓക്കെ, ഓറക്കൽ മെസ്സേജ്. ഇതെടുക്കാൻ പറ്റില്ല, ഇത് മറന്നില്ല. ആകെ ഒരു കാർഡ് മാത്രമേ മറന്നിട്ടുള്ളൂ, ഇമോഷണൽ കൺട്രോൾ. ആക്ട് പ്രാക്ടിക്കലി ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഇമോഷണൽ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ ആൻഡ് വെൽ ബീയിങ് ഓഫ് പീപ്പിൾ അറൗണ്ട് യു. അപ്പോൾ നിങ്ങൾ ഇമോഷൻസിൽ കുറച്ച് കൺട്രോൾ വെക്കണം എന്നാണ് പറയുന്നത്. കാള പറ്റുന്ന കേൾക്കുമ്പോഴേ കയറെടുത്തുകൊണ്ട് ഓടരുതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓറക്കിൾ മെസ്സേജ് ഓവറോൾ എനർജി, പേജ് ഓഫ് വേർഡ്സ്. ഇവിടെ ഒരു സ്പൈയിങ് നടക്കുന്ന പോലെ ഒരാൾ മറ്റേയാളെ മനസ്സിലാക്കാനുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോഴും. ശരിക്കും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്താണ് നടക്കുന്നത്, എന്താണ് മറ്റേയാൾ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ പെരുമാറുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംശയങ്ങളുണ്ടാവാം. ഈ പറയുന്നതെല്ലാം സത്യമാണോ? മറിച്ചും തിരിച്ചും ചോദിക്കുക, മറ്റുള്ളവരോട് അന്വേഷിക്കുക, പിന്നെ മൊബൈൽ ചെക്ക് ചെയ്യുക, ഇമെയിൽസ് ചെക്ക് ചെയ്യുക, ഫേസ്ബുക്ക് പോസ്റ്റ് ചെക്ക് ചെയ്യുക ഒക്കെ ചെയ്യുന്ന പോലെ ഒരു സിറ്റുവേഷൻ. അക്വയറസ്, ലിബ്ര, ജെമിനി ആണത്. പിന്നെ ക്ലാരിഫൈ ചെയ്തത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സും ഏസ് ഓഫ് വാൻഡ്സും ആണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് ഡിസിഷൻസ് എടുക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇത്രയും സ്ലോ ആയിട്ടുള്ള ഒരു എനർജി വേറെ ഒന്നുമില്ല. വളരെ കാൽക്കുലേറ്റീവായിട്ട് പെരുമാറുന്ന എനർജിയാണ്. അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ പേഴ്സണൽ സ്വഭാവം വളരെ സ്ലോ മൂവിങ് ആയിരിക്കണം. പക്ഷേ ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഈ പേഴ്സണെ പെണ്ണോ ആണോ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനും ഫാസ്റ്റായിട്ട് ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റുന്ന പ്രശ്നങ്ങളുണ്ടാവും. BP കൂടും, അസുഖങ്ങൾ വരും, ഹാർട്ടിന് പ്രശ്നമാവും, കിഡ്നി ഫെയിലിയർ, പ്രശ്നം ഇഷ്ടംപോലെ പ്രശ്നം വരും. കാരണം ഒരു നോർമലായിട്ട് സോഫ്റ്റായിട്ട് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരാളെ നമ്മൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഹൈപ്പർ ടെൻഷൻ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു അസുഖം വല്ലതും ഉണ്ടോ നിങ്ങളുടെ പേഴ്സൺ ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങളാണോ നിങ്ങളുടെ പേഴ്സണാണോ അറിയില്ല. എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരും. അപ്പോൾ ഏസ് ഓഫ് വാൻഡ്സ് കാണിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ്. ഏസ് ഓഫ് വാൻഡ്സ് പറഞ്ഞാൽ ഒരു പുതിയ പ്രോജക്റ്റ്, ഒരു പുതിയ ബിഗിനിങ്, അതാണ് കാണിക്കുന്നത്. ഇത് പാഷനും കാണിക്കും. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു പുതിയ റിലേഷൻഷിപ്പ്, ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരാൾക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഇല്ലേ എന്നൊരു സിറ്റുവേഷൻ. മനസ്സിലാവുന്നോ? അതുണ്ടാവണമെന്നില്ല, പക്ഷെ ഒരു സംശയമാവാനും വഴിയുണ്ട്. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താ നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ നിമിഷം എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്?
ഓക്കെ, ഇവിടെ മാരേജ്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ മാരേജ് നടക്കാൻ പോവുകയാണോ? ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കല്യാണം കഴിച്ച രണ്ടുപേരാണോ, അല്ലെങ്കിൽ എൻഗേജ്ഡ് ആയോ, അല്ലെങ്കിൽ നിങ്ങളൊരു വീട് വെച്ചോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നുണ്ട് ഇപ്പോൾ വിവാഹ സമയത്തൊക്കെ. ഭയങ്കര നിങ്ങൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ക്ഷീണിച്ച പോലെ എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നടത്തി ക്ഷീണിച്ച പോലെയാണ് കാണിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു ഡിസിഷൻ കാണിക്കാൻ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു വിവാഹത്തിൻ്റെ സിറ്റുവേഷനാണ്. അപ്പോൾ ചിലപ്പോൾ കല്യാണാലോചന വന്നിട്ട് പരിചയപ്പെട്ട രണ്ടുപേരായിരിക്കാം. അപ്പോൾ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടു പേർക്കും പല ആലോചനകൾ വന്നിട്ടുണ്ട്, അതിൽ ഒരാളെ ചൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു എന്താ പറയുക, ആരെ ചൂസ് ചെയ്യണം എന്നൊരു സംശയമുള്ള പോലെ. അപ്പോൾ റിലേഷൻഷിപ്പ് മീൻസ് നിങ്ങളിപ്പോൾ ഒരു കല്യാണാലോചന, ഒരു പെൺകുട്ടിയെ കാണാൻ പോയി, കല്യാണം അടുത്ത് വരാറായി, രണ്ടുപേരും ഭയങ്കരമായിട്ട് അടുത്തു. പക്ഷെ അപ്പോഴാണ് അറിയുന്നത് ഈ പെൺകുട്ടിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയതാണ്. അല്ലെങ്കിൽ വേറൊരു കല്യാണം, ഓൾമോസ്റ്റ് കല്യാണം നടന്നിട്ട് അത് ബ്രേക്കപ്പ് ആയ പോലെ. അത് പെൺകുട്ടിയുടെ സൈഡിലും ആൺകുട്ടിയുടെ സൈഡിലും ആവാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തീരുമാനം എടുക്കാനായിട്ട് ഇരിക്കുകയാണ്. ആ റിലേഷൻഷിപ്പ് ഇനി വേണോ, ഫ്യൂച്ചറിൽ പ്രശ്നമാകുമോ? അപ്പോൾ നിങ്ങൾക്കത് ശീലമില്ല, പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്ന പോലെയും കാണിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. എന്തായാലും ഒരു കല്യാണത്തിൻ്റെ സിറ്റുവേഷനാണിത്. ഒരാളെ വിവാഹം കഴിക്കാനല്ല, അപ്പോൾ വെയിറ്റിങ്ങിലാണ്. ഈ കൺഫേം ചെയ്തിട്ടില്ല, കല്യാണം ഇന്ന ഡേറ്റ് വെക്കണം, ഇത്ര പേരെ വിളിക്കണം, ഇതൊക്കെ അത് കല്യാണം വേണം എന്നതിൽ ഡിസൈഡ് ചെയ്തെങ്കിലും ഇങ്ങനൊരു കാര്യം കേട്ട സ്ഥിതിക്ക് അത് വേണോ ഇപ്പോൾ എന്നൊരു ഡൗട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോരെ, കൂടുതൽ ക്ലാരിഫിക്കുക. അപ്പോൾ വീടിനടുത്ത്, ആ പെൺകുട്ടിയുടെ വീടിനടുത്തോ ആൺകുട്ടിയുടെ വീടിനടുത്തോ ആരാണാവോ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള ആൾ, ആ പേഴ്സൻ്റെ വീടിനടുത്തുള്ള ആൾക്കാരോടൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവാം. എങ്ങനെയാണ്, വീട്ടുകാരെങ്ങനെയാണ്, പെൺകുട്ടി എങ്ങനെയാണ്, അല്ലെങ്കിൽ ആൺകുട്ടി എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്ന പോലെ. കാരണം ഇതൊരു ടവർ മൊമെൻറ്റിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. ഇവിടെ നിങ്ങളെ പറഞ്ഞു പറ്റിച്ച പോലെ അതൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട് ഈ കല്യാണമായിട്ട്, മനസ്സിലാവുക. പക്ഷെ എന്നാലും പറ്റിക്കപ്പെടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രാരംഭം, അതിനു മുമ്പ് എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിറ്റി വേണമെന്ന് വെച്ചിട്ട് ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് സംസാരിച്ചിരുന്ന രണ്ടുപേര്, ഇപ്പം പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നിങ്ങളൊന്നും ബാക്ക് ഔട്ട് ചെയ്തേക്കുന്നു. കാരണം ഇതൊരു തീരുമാനമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും എന്നൊരു ചിന്ത. സാജിറ്റേറിയസ്, സ്കോർപ്പിയോ സ്ട്രോങ് ആണ്. പിന്നെ ക്യാൻസർ, സോറി. അപ്പോൾ അടുത്തത് നിങ്ങൾ പേഴ്സൺ, ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് കല്യാണം കഴിക്കാമെന്നൊക്കെ രണ്ടുപേരും തീരുമാനിച്ചെങ്കിലും ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അതോ വെറുതെ അഭിനയിക്കുകയാണോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? പേഴ്സൺ തീരുമാനിച്ചിട്ടില്ല കേട്ടോ നിങ്ങളെ ചൂസ് ചെയ്യണമെന്ന്, കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നാണോ എല്ലാ കാര്യവും നടന്നുകൊണ്ടിരുന്നത്? ആ പേഴ്സൺ, നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആ പേഴ്സണെ കുറിച്ച്, ആ പേഴ്സൺ തീരുമാനമെടുത്തിട്ടില്ല. നിങ്ങളെ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല കേട്ടോ. കാരണം ആ പേഴ്സണ് വേറെ പല കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ സമയം മാറണം, മനസ്സിലായോ? അതല്ലാതെ വേറെ എനിക്കൊരു മെസ്സേജ് വരുന്നത്, നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് അടുത്ത പേഴ്സൺ പറയുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിൽ സംശയങ്ങളുണ്ട്. അപ്പോൾ ആ സംശയങ്ങളും കൊണ്ട്, അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളും കൊണ്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയാൽ പ്രശ്നമാകും എന്നത് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സണും നിങ്ങളെ എന്താ പറയുക, വേണോ വേണ്ടയോ കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച് ചെയ്തിട്ടില്ല നിങ്ങളിൽ നിന്ന്. പക്ഷേ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ആക്ഷൻ ആവട്ടെ എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. ഇവരായിട്ട് ഒരു തീരുമാനവും നിങ്ങളോട് പറയാൻ പോകുന്നില്ല. ഈ മാരേജിനെ കുറിച്ച് ഇവരൊന്നും പറയില്ല നിങ്ങളോട്, മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങളെ, പക്ഷേ ഈ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒന്ന് ഗ്യാപ്പ് ഇടുന്നത്, അല്ലെങ്കിൽ നോ കോൺടാക്റ്റിൽ പോയേക്കുന്നത്, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് മെസ്സേജ് അയക്കുന്നത്, കോൺടാക്ട് ചെയ്യുന്നതൊക്കെ ഈ പേഴ്സണ് ഭയങ്കര ഫീലിങ്സ് ആവുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം സ്വപ്നം കണ്ട ഒരാളാണ്, വളരെ സന്തോഷമാണ് നിങ്ങളുമായിട്ട്, അതൊക്കെ വളരെ സന്തോഷമുള്ളൊരു ജീവിതം മുൻപിൽ കണ്ടിട്ട് ഇങ്ങനൊരു പ്രശ്നം. അപ്പോൾ ആരോ പറഞ്ഞിട്ട്, നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും ആരോ പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ട്
ഇങ്ങനെ അവരെ കല്യാണത്തിൽ നിന്ന് പതുക്കെ ഒരു ദിവസത്തേക്കിനെ അറിയിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഇവിടെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ടെന്നൊരു. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും നിങ്ങളുടെ കാര്യം കൊണ്ട് ഹാർട്ട് ബ്രോക്കൺ ആണ്. പേഴ്സണ് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ അത് നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇതൊരു അറേഞ്ച് മാരേജ് പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ലവല്ല, നിങ്ങൾ പരിചയപ്പെട്ട് കല്യാണാലോചന വന്ന് പരിചയപ്പെട്ട രണ്ടുപേരാണ്. അപ്പോൾ അതുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയതാണ്. മനസ്സിലായോ? ഒരു മിനിറ്റ്, പൂച്ചക്കുട്ടിയോട് വന്നു. എന്താണ് അവിടെ ആരുമില്ല, പൊക്കോ പൊറ്റി പോയിട്ടോ. അവിടെ ആരുമില്ല, കേട്ടാ. സോറി കേട്ടോ, അതിൻ്റെ കരിമ്പൂച്ചയാണ്. ഇവിടെ വേറൊരുത്തൻ കിടപ്പുണ്ട്. രണ്ടും കൂടെ ഇവിടെ ഇടിയുണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഒച്ചയുണ്ടോ. അതുകൊണ്ടാണ് അവൻ ഇറങ്ങാൻ പറ്റാത്ത വാതിലും ഇറങ്ങാൻ മടിയായിരുന്നു. എന്തായാലും അപ്പോൾ ഇവിടെ ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള ഹാർട്ട് ബ്രേക്ക് ഉണ്ട് നിങ്ങളിങ്ങനൊരു സിറ്റുവേഷൻ. കാരണം വളരെ മോഹിച്ച ഒരു സിറ്റുവേഷനാണിത്. നിങ്ങളെ വിവാഹം കഴിക്കണം തന്നെ ആഗ്രഹിച്ച ഒരാളാണ്. ലിയോ, ഏറീസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കുക? അപ്പോൾ നിങ്ങൾ ഒന്ന് ബാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കുക നമുക്ക് നോക്കാം. ഈ പേഴ്സണൽ സിറ്റുവേഷൻ വിട്ട് കളയാനുള്ള ഒരു ചാൻസ്, ഒരു അവസാനിപ്പിക്കാനുള്ള കാരണം ഇവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ആരോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും അടുത്ത രണ്ട് പേര് നിങ്ങൾ ഈ പേഴ്സണോടുള്ള സംശയം കൊണ്ട് നിങ്ങൾ ബാക്ക് ഔട്ട് ചെയ്യാൻ റെഡിയാണ് എന്നൊരു ഫീലിംഗ് ഈ പേഴ്സൺ വന്നത് കൊണ്ട് ഈ പേഴ്സൺ വളരെ ഹാർട്ട് ബ്രോക്കൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആക്ഷൻ എടുക്കുമ്പോൾ ഈ പേഴ്സൺ ഒരു കൺഫ്യൂഷനാണ്, റിലേഷൻഷിപ്പ് വെക്കണോ വേണ്ടയോ എന്ന്. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. കല്യാണം വേണ്ട, ഞങ്ങൾ വേറെ നോക്കുകയാണ്, ഇതിന് മുമ്പോട്ട് കൊണ്ടുപോകണ്ട എന്നൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോൾ അന്വേഷണത്തിലാണ് ഈ പേഴ്സണെ കുറിച്ചിട്ടുള്ള. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ട് ഈ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കണോ വേണോ എന്ന് ഈ പേഴ്സൺ അറിയില്ല. നിങ്ങളിപ്പോൾ തുടങ്ങിയ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇത് കുറച്ചൊരു നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ പേഴ്സണ് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് വരുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല കേട്ടോ. എന്താണ് നടക്കുന്നത് നിങ്ങളുടെ തീരുമാനത്തിന് വിട്ടേക്കുകയാണ്. എന്താണ് തീരുമാനം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാം. ഈ പേഴ്സൺ ഒരു തരത്തിലുള്ള കൺട്രോളും ചെയ്യുന്നില്ല. ഈ പേഴ്സൻ്റെ കരിയറിലേക്കാണ് തിരിഞ്ഞേക്കുന്നത്. ഇപ്പം തൽക്കാലത്തേക്ക് വേറെ കല്യാണാലോചന ഒന്നും നോക്കണ്ട, മനസ്സിലായോ? ഇപ്പോൾ ഇനി ഇവരുടെ മറുപടി കിട്ടിയിട്ട് ഈ റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ തൽക്കാലത്തേക്ക് ഈ പേഴ്സൻ്റെ കരിയറിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു കോൺടാക്റ്റിനും ഈ പേഴ്സൺ ട്രൈ ചെയ്യില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇവിടെ കാപ്രിക്കോൺ, സ്കോർപ്പിയോ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ ഇവിടെ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഹാപ്പി, ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഈ ഒരു കല്യാണാലോചന നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് വരെ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പേഴ്സണെ പരിചയപ്പെടും. നിങ്ങൾക്ക് മേ ബി ഇതുവരെ ഒരു സ്നേഹബന്ധം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതായിരിക്കും ആദ്യമായിട്ട് നിങ്ങളൊരു പേഴ്സണോട് അടുക്കുന്നത്. അതും നിങ്ങളുമായിട്ട് കല്യാണാലോചന വന്നതുകൊണ്ട് ഇതൊരു ഫ്യൂച്ചർ ഉണ്ട്, എല്ലാ തരത്തിലും നിങ്ങൾക്ക് മറ്റേയാളെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു, ദൈവം കൊണ്ടുവന്ന പോലെ. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണ് ആ സിറ്റുവേഷനിൽ, മനസ്സിലായി? അപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. പക്ഷെ നിങ്ങൾ ഹാപ്പി ആയിരുന്ന സിറ്റുവേഷൻ നിങ്ങൾ അൺഹാപ്പിനെസ്സിലേക്ക് പോയി. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വളരെ ഈസി ഗോ ലക്കി ടൈപ്പ് ഒരാളാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സിറ്റുവേഷൻ വരുന്നതിന് മുമ്പേ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ റിലേഷൻഷിപ്പ് ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നിങ്ങളുടെ കരിയറിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായിരുന്നു നിങ്ങളുടെ മെയിൻ ഇൻട്രസ്റ്റ്. പിന്നെ വീട്ടുകാരെല്ലാം കൂടെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു ആലോചന വന്നപ്പോൾ നിങ്ങൾക്ക് ചാൻസ് കിട്ടി ആ പേഴ്സണോട് അടുക്കാൻ. അപ്പോൾ നിങ്ങൾ ഇതിൽ വളരെ കുറച്ച് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഇൻവോൾവ് ആയി ഇവിടെ. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര അൺഹാപ്പിയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മുമ്പോട്ട് പോവുക. ഇവിടെ എനർജി
നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര നിങ്ങളുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര പാഷനറ്റ് ആണ്. അപ്പോൾ അഡ്വെഞ്ചർ ലവിങ് ആണ്, ഫിയർലെസ് ആണ്, നിങ്ങൾക്ക് പേടിയൊന്നുമില്ല ഒരു കാര്യത്തിലും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ കല്യാണാലോചന വന്നിട്ടുള്ള ആളുണ്ടല്ലോ, അപ്പോൾ നിങ്ങളിപ്പോൾ തൽക്കാലത്തേക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സിറ്റുവേഷൻ, അപ്പോൾ യൂണിവേഴ്സ് പറയും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ബോധറാവണ്ട. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നു, നിങ്ങൾ ഇൻവോൾവ് ആയാലും നിങ്ങൾക്ക് ഡിറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു സംശയത്തിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ആരോ നിങ്ങളോടെന്തോ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോടെന്തോ പറഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് ബ്ലോക്ക് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ആക്ഷൻ ഉണ്ടാവില്ല. നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു തീരുമാനമാകുമല്ലോ, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ എന്താ നടക്കാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ, ഓക്കെ എന്തോ അറിഞ്ഞു, പെൺകുട്ടിയെക്കുറിച്ചോ ആൺകുട്ടിയെക്കുറിച്ചോ നമ്മൾ അറിഞ്ഞു, നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു, അവർ അങ്ങനെയൊന്നും ഇല്ല എന്നറിഞ്ഞ് നമ്മൾക്കൊരു ഡിസിഷൻ എടുക്കാൻ, ഓക്കെ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഡിസിഷൻ കൊടുക്കില്ല. പക്ഷെ ഫാമിലി ഇൻവോൾവ് ആകുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയി അവരിനി ഇതിലെ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നിങ്ങളെ സമ്മതിക്കില്ല. മനസ്സിലായത്? ആ ഡൗട്ട് അവരുടെ മനസ്സിലുണ്ടാവും ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ വിവാഹം നടക്കാനുള്ള ഒരു ചാൻസ് കുറവാണ്. ഒരു 90% ഈ വിവാഹം നടക്കില്ല, നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും. കാരണം ഒരു കരട് വീണൂടെ വിവാഹത്തിന് മുമ്പേ. അപ്പോൾ അത് വളരെ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോസിബിലിറ്റി കുറവാണ് കേട്ടോ, അതാണ് പറയുന്നത് യൂണിവേഴ്സ്. അപ്പോൾ ലിയോ, അപ്പോൾ നിങ്ങൾ ഇത് നഷ്ടപ്പെടാനായിട്ട് റെഡി ആയിട്ടിരിക്കാനാണ്, ഒരു പ്രിപ്പറേഷൻ നടത്താനാണ് യൂണിവേഴ്സ് പറയുന്നത്. കാപ്രിക്കോൺ, പെട്ടെന്നൊരു ഷോക്ക് ആവരുത്, അതാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട്. രണ്ടാമത്തെ റീഡിങ് വരുന്നത് ഭഗവാനെ, ആൾക്കാർ ചില സമയത്തെ ഈ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയില്ല, അതുപോലെ ചിലരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം മുടക്കാൻ വേണ്ടി നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ ആരെങ്കിലും വെറുതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചാടിക്കയറി സീരിയസ് ആയി അവർ പറയുന്നത് ശരിയാണ് എന്ന് വെച്ച് കഴിയുമ്പോൾ വളരെ നല്ല റിലേഷൻഷിപ്പ് പോലും നമുക്ക് നഷ്ടപ്പെടും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. സോറി, നമ്മൾ കണ്ടല്ലേ കാർഡ്, എന്തായാലും കുഴപ്പമില്ല, റീഡിങ് ആയാലും. അപ്പോൾ ഇനി മൂന്നാമത്തെ റീഡിംഗ് ആണ്. എന്താണ് ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ഭഗവാനെ? സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഈ റീഡിങ് തുടങ്ങുമ്പോഴേ ഞാൻ പറയുകയാണ്, ചിലപ്പോൾ എനിക്ക് ബൈ ബൈ ഒന്നും പറയാനുള്ള സമയം കിട്ടിയെന്നല്ല, കാരണം ഇത് കട്ടായി പോകും ചിലപ്പോൾ. എന്നാലും റീഡിങ് മുഴുവനാക്കാനായിട്ട് ഞാൻ നോക്കാം കേട്ടോ. ഇത് ഓറക്കിൾ മെസ്സേജ്, നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഇവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ഈ പേഴ്സണിൻ്റെ നടക്കുന്നതല്ല, ഈ പേഴ്സണിൻ്റെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അതുപോലെ തന്നെ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? ഓക്കെ, നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ്, ദ ലോ ഓഫ് കർമ്മ, റീപ്പിംഗ് വാട്ട് യു സോ. The universe operates on the principle of karma. What you give, you shall receive. Your current situation is a reflection of the consequences of your past actions. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഈ സിറ്റുവേഷൻ നിങ്ങളുടെ കർമ്മഫലമാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓവറോൾ എനർജി 6 of Cups ആണ്. 6 of Cups എന്ന് പറഞ്ഞാൽ നൊസ്റ്റാൾജിക് ഫീലിംഗ്, വളരെ പഴക്കമുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരായിരിക്കാം, ഒന്നിച്ച് പഠിച്ചവരായിരിക്കാം, അടുത്തടുത്ത് താമസിച്ചിരുന്നവരായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കുറച്ച് പഴക്കമുള്ള റിലേഷൻഷിപ്പാണിത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ. 6 of Cups ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. അപ്പോൾ ഇതിനകത്തൊരു മെയിൽ എനർജിയാണ് ഫീമെയിൽ എനർജിയോട് പ്രപ്പോസ് ചെയ്ത പോലെയാണ് കാണിക്കുന്നത്. എംപ്രസ്, ഒരു ഗ്രോത്ത് ഉള്ള റിലേഷൻഷിപ്പാണ്. രണ്ടുപേരും ഹാപ്പി ആണെന്നാണ് പറയുന്നത്. കണ്ടെൻറ്റ്, രണ്ടുപേരും ഈ സിറ്റുവേഷനിൽ ഹാപ്പിയാണ്, നിങ്ങളുടെ ഓവറോൾ എനർജി. അതുപോലെ
ഇവിടെ നല്ല ഗ്രോത്ത് ഉള്ള റിലേഷൻഷിപ്പാണ്. ടോറസ് ലീബ്ര ആണത്, ക്യാൻസർ പൈസസ് സ്കോർപ്പിയോ. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകാനുള്ള ചാൻസസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ രണ്ടുപേരും വിവാഹം കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വളരുന്നത്. ഒരു 20 വയസ്സിൽ പണ്ടൊക്കെ ചെറുപ്പത്തിലെ വിവാഹം കഴിക്കും, ഇപ്പോഴാണ് പ്രായം കൂടുമ്പോൾ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഒരു 10-22 വയസ്സിൽ കല്യാണം കഴിച്ചതിന് പയ്യൻ ഒരു 25 വയസ്സാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ചാണ് വളരുന്നത്. ഒരു രണ്ടുപേരും ഒരു 50-60 വയസ്സാകുമ്പോൾ രണ്ടുപേർക്കും തമ്മിൽ അറിയാം, നമ്മൾ കൂട്ടുകാരെ പോലെ ആവണം ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വളരുന്നതാണ് അല്ലേ? അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല, അങ്ങനെയാണ് വേണ്ടത്. എന്തായാലും നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താ നടക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ നിമിഷം എന്താണ് നടക്കുന്നത്? Okay, Knight of Cups, 4 of Swords reverse ആണ്, 2 of Cups. കണ്ടോ, നിങ്ങൾ വളരെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടമുള്ള രണ്ടുപേരാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പോസിബിലിറ്റി ഉള്ള റിലേഷൻഷിപ്പാണ്. ഒരു നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ രണ്ടുപേരിൽ നിന്ന് അകന്നു പോകാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വേറൊരു ആൾ കയറിയ പോലെ കാണിക്കുന്നുണ്ട്. അതൊരു സംശയമാവാം. എന്തായാലും അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായ പോലെ. പക്ഷെ ആ റിലേഷൻഷിപ്പ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആവണം എന്നില്ല. ഇതൊരാളുടെ സംശയമാണ്, മനസ്സിലായോ? ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ഈ റിലേഷൻഷിപ്പിലേക്ക് കയറിയ പോലെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് അത്ര വലിയ സീരിയസ് ആയ ഒരു സിറ്റുവേഷൻ അല്ലാന്നുള്ളത്. പിന്നെയും നൊസ്റ്റാൾജിയ. അപ്പോൾ നിങ്ങൾ തമ്മിൽ വളരെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള രണ്ടുപേരാണ്. പക്ഷെ എന്നാലും നമ്മളൊരാളെ വളരെയധികം ഇഷ്ടപ്പെടുമ്പോൾ ആ പേഴ്സണോട് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വേദന മനസ്സിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾ വേറൊരാളെ കുറിച്ചിട്ട് നല്ലത് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു വേദന വരും. അതൊരു ചെറിയൊരു അസൂയ പോലെ. എന്തായാലും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ സോഡിയാക് സൈൻ അക്വാരിയസ്, സാജിറ്റേറിയസ്, ലിയോ ആണ് കാണിക്കുന്നത്. ഇവിടെ ഹസ്ബൻഡും വൈഫും ആണ്. ക്വീൻ ഓഫ് വാൻസും കിങ് ഓഫ് വാൻസും ആണിത്. ഇതിനിടയിൽ വേറൊരാൾ അവിടെ നിന്നാണ് വന്നത്. എന്തായാലും കല്യാണം കഴിക്കാത്തൊരു എനർജിയാണ്, പെണ്ണായാലും ആണായാലും. അപ്പോൾ പക്ഷേ ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള സന്തോഷത്തിനോ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലൊരു പൊരുത്തക്കേട് വരുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങളുടെ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഡെപ്ത് കാരണം ഇവിടെ നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു മുള്ളു പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് കയറിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കറണ്ട് പാർട്ട്ണറുമായിട്ട് മുമ്പോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. ഹാപ്പിനെസ്സിനൊന്നും പ്രശ്നമില്ല. രണ്ടുപേരും വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഡെപ്താണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്? ഈ തേർഡ് പാർട്ടി എന്താ ഇവിടെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രൈ ചെയ്താൽ നോക്കി തേർഡ് പാർട്ടിയെ കേട്ടോ. പക്ഷേ ഈ പേഴ്സണ് എപ്പോഴും മാരേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ പേഴ്സണ് മാരേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ജോലിയിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് കണക്ഷൻ വരുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്നും കാണേണ്ടവരാണ്. ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഒരാൾ ഈ ജോലി ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അതൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഇമ്പോർട്ടൻറ്റ്, നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്. നിങ്ങളാണ് ഈ പേഴ്സൻ്റെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ്. അപ്പോൾ നിങ്ങളോടാണ് ഈ പേഴ്സൺ സ്നേഹം കേട്ടോ. അപ്പോൾ നിങ്ങളറിയാതിരിക്കാൻ സീക്രട്ടായിട്ടാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ പണ്ടൊരു മാനേജർ ഉണ്ടായിരുന്നു, ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെ. ആ പേഴ്സൺ എല്ലാവരുടെയും ആൾ ജോലി റിസൈൻ ചെയ്ത് പോവുകയാണെന്ന് പറഞ്ഞാൽ ഉടനെ അവരുടെ വീട്ടിൽ ചെന്ന് ഫുഡ് ഉണ്ടാക്കും. എന്നിട്ട് അവരുടെ വീട്ടുകാർക്കൊക്കെ ഫുഡ് സെർവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ചില പൊട്ടത്തരം സ്വഭാവങ്ങളുള്ളപ്പോൾ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ വീട്ടിൽ എന്തിനു പോയി, അവരെന്തിനെ സംസാരിച്ചു, അല്ലെങ്കിൽ അവരെയും കൊണ്ട് എന്തിനു പുറത്ത് പോയി, ഇതൊക്കെ ചില മാനേജേഴ്സ് യൂസ് ചെയ്യുന്ന ടാക്ടിക് ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും ഒരു മാനേജർ പോലെയാണ്. അപ്പോൾ ടീമിൻ്റെ ബോണ്ട് നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കാം ചില പൊട്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾ അറിയാതിരിക്കാനായിട്ട് ഈ പേഴ്സൺ മാക്സിമം ട്രൈ ചെയ്തു, മനസ്സിലായി. പക്ഷേ അത് പൊളിഞ്ഞു അല്ലേ, നിങ്ങൾ അറിഞ്ഞു ഇത്. അപ്പോൾ അതിൻ്റേതായ
ഒരു നാണം, ഒരു ക്ഷീണം എല്ലാം ഉണ്ട് റിലേഷൻഷിപ്പിൽ. അത് കുഴപ്പമില്ല. നിങ്ങളെ തന്നെയാണ് ഈ പേഴ്സൺ സ്നേഹിക്കുന്നത്, നിങ്ങളൊരിക്കലും വിട്ട് കളയില്ല ഈ പേഴ്സൺ. അപ്പോൾ ഇതിൽ നിന്നൊന്ന് ഇറങ്ങി പോകണമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. അപ്പോൾ ഇവിടെ ഒരു ഇതെല്ലാം ഒരു മാനേജറുടെ ഒരു പൊട്ടത്തരമായിട്ട് കണക്കാക്കിയാൽ മതി. ചിലപ്പോൾ ആ സമയത്ത് ഓർത്തില്ലായിരിക്കാം അല്ലേ. ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു സങ്കടങ്ങളുണ്ടെന്ന് ആ പേഴ്സൺ പറയുമ്പോൾ എനിക്ക് ജോലി റിസൈൻ ചെയ്യണം, എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കാരണം വീട്ടിൽ ഫാമിലിയിൽ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുമ്പോൾ സാന്ത്വനിപ്പിക്കാൻ പോയതായിരിക്കും, മനസ്സിലായോ. പക്ഷേ അത് ബാക്ക് ഫയർ ചെയ്തു. ആരൊക്കെയോ പറഞ്ഞ് നിങ്ങളറിഞ്ഞ് ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സ് വേദനിച്ചെങ്കിലും ഈ പേഴ്സണെ അവിശ്വസിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പോൾ അതാണ് ഈ പേഴ്സണെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ഈ പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കുക. ചാരിയറ്റ്. ഈ പേഴ്സൺ ഒരു തരത്തിൽ വിട്ടുതരില്ല, മനസ്സിലായി. നിങ്ങൾ ഉപേക്ഷിക്കില്ല. നിങ്ങളോട് ഭയങ്കര ഈ റിലേഷൻഷിപ്പ്, നിങ്ങളോടുള്ള ഈ റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങും ഉള്ള ഒരു പേഴ്സണാണിത്. വളരെ സ്ട്രോങ് ആയ പേഴ്സണാലിറ്റിയാണ്. ഈ പേഴ്സണ് പല ഓപ്ഷൻസ് വന്നിട്ടും ഒരിക്കലും അതിലൊന്നും പെട്ടുപോകാത്ത ഒരു എനർജിയാണിത്. നിങ്ങളോട് ഭയങ്കര സീരിയസ് ആണ് ഈ പേഴ്സൺ. അപ്പോൾ എന്ത് ചെയ്താലും നിങ്ങൾ വഴക്കിട്ടാലൊക്കെ അല്ലെങ്കിൽ ഡിവോഴ്സിന് പോകാം എന്ന് നിങ്ങളൊരു ദേഷ്യത്തിന് പറഞ്ഞാൽ പോലും ഈ പേഴ്സൺ ഒരു തരത്തിൽ കടുകിട വിട്ടുതരില്ല. നിങ്ങൾ ഉപേക്ഷിക്കില്ല ഈ പേഴ്സൺ. ഈ റിലേഷൻഷിപ്പ് പോകാൻ പേഴ്സൺ സമ്മതിക്കില്ല. എന്നാൽ ഈ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ഈ അൺമാരീഡ് എനർജി പേഴ്സൻ്റെ എംപ്ലോയി ആയിരിക്കണം, അല്ലെങ്കിൽ നല്ലതായിട്ട് ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി ആയിരിക്കും. അപ്പോൾ അവരെ ആ പേഴ്സണെ കൂടെ പ്ലീസ് ചെയ്യേണ്ട ഒരു ആസ് എ ബിസിനസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഓണർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു മാനേജർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ പേഴ്സൺ ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതും ഈ പേഴ്സൺ ട്രൈ ചെയ്യുന്നുണ്ട്. രണ്ടിനും വിടാൻ പറ്റില്ല പേഴ്സണ്. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. അപ്പോൾ നിങ്ങളോട് പക്ഷേ കാര്യങ്ങൾ പറയും. നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ പോകുന്നത് വെച്ചാൽ ഈ പേഴ്സൺ ചെയ്യാനുള്ള കാര്യം എന്തായാലും ചെയ്യും. നിങ്ങൾ ഇനി ഒരിക്കലും ആ തേർഡ് പേഴ്സണെ കാണരുതെന്ന് പറഞ്ഞാൽ ഈ പേഴ്സണ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ പേഴ്സണ് ജോലിയുടെ ഭാഗമാണ്. പക്ഷേ അതൊരു കണ്ണിങ്ങോടുകൂടിയാണ് ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത്, കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയാൻ വഴിയില്ല. നിങ്ങളോട് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല, കാരണം പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ എന്തായാലും തേർഡ് പാർട്ടി ചിലപ്പോൾ ഒരാൾ എന്താ പറയുക ഷോൾഡർ വെച്ച് കരഞ്ഞോ എന്ന് പറയുമ്പോഴത്തേക്കും മുതുകത്ത് കയറുന്ന കുറേ തേർഡ് പാർട്ടീസ് ഉണ്ട്. അപ്പോൾ പക്ഷേ ഈ പേഴ്സൺ അത് റെസിസ്റ്റ് ചെയ്യും, മനസ്സിലായോ. അവരെ അതിന് സമ്മതിക്കില്ല. അവർ ജോലിയുടെ കാര്യത്തിന് പ്രശ്നം, ജോലി ഉപേക്ഷിക്കാൻ അവരെ സമ്മതിക്കില്ല ഈ പേഴ്സൺ. അവർ ജോലിയിൽ തന്നെ നിൽക്കണം. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം, ഇതെല്ലാമാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. അല്ലാതെ അവരുമായിട്ട് വേറൊരു ഉദ്ദേശം നിങ്ങളുടെ പേഴ്സൺ ഇല്ല. അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ പേടിക്കണ്ട, കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര ഇൻറ്റ്യൂറ്റീവാണ്. പേഴ്സൺ അറിയാം മറ്റുള്ളവർ ഈ പേഴ്സണെ മിസ്യൂസ് ചെയ്യാൻ നോക്കുന്നതെല്ലാം പേഴ്സണ് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ ചിലപ്പോൾ ഒരു വാട്ടർ ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ഏതെങ്കിലും ഒരു എനർജി ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ. വളരെ ഇൻറ്റ്യൂറ്റീവാണ്. അപ്പോൾ അവർക്കറിയാം എന്താണ് മറ്റേ ആളുടെ ഉദ്ദേശം എന്ന് പറയാതെ തന്നെ അവർക്ക് അറിയാൻ പറ്റും. നിങ്ങളോട് കള്ളത്തരമൊന്നും കാണിക്കില്ല. ചിലപ്പോൾ നിങ്ങളോട് കാര്യങ്ങൾ മറച്ചു വെക്കും. കാരണം ഈ പേഴ്സണ് നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ പേഴ്സൻ്റെ ജോലിയുടെ ഭാഗമാണത്. അതുകൊണ്ടാണ് ചിലപ്പോൾ കൗൺസിലിംഗ് കൊടുക്കേണ്ട കാര്യം ഉണ്ടാവാതിരിക്കാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ നമുക്ക് നോക്കാം. നിങ്ങളാണ് ഇവിടെ തകർന്നിരിക്കുന്നത്. നിങ്ങളുടെ ഗൈഡൻസ് എന്താണ്? റീകൺസിലിയേഷൻ. നിങ്ങൾ ഈ പേഴ്സൺ ഒരു സ്റ്റാർ ആയിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യമാണ് ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങൾ ഈ മീൻസ് പ്രശ്നങ്ങളുണ്ടായി, നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ ചോദിച്ചു, ഈ പേഴ്സൺ അതിനെക്കുറിച്ച് സംസാരിച്ചു, നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായി. അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് ക്രിബ് ചെയ്തുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. വെറുതെ റിലേഷൻഷിപ്പ് പണിയാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് എന്താ മനസ്സമാധാനം വേണോ, നിങ്ങളുടെ ഈഗോ സ്ട്രോങ് ആവണോ. എന്തായാലും ഈ പേഴ്സൺ നിങ്ങളുടെ സ്റ്റാറാണ്. ഈ പേഴ്സണാണ് നിങ്ങളുടെ ഭാഗ്യം എല്ലാ തരത്തിലും, മനസ്സിലായോ. അപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് ഈ ജീവിതം മുഴുവൻ ഇനി ബാക്കിയുള്ള ഈ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഈ പേഴ്സണോട് വഴക്കിട്ട് ബാക്കിയുള്ള വിവാഹ ജീവിതം മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കണോ, അല്ലെങ്കിൽ ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണോ, നല്ല സമയങ്ങൾ വെറുതെ വഴക്കിട്ട് തീർക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ ചോയ്സാണത് ആണ് കാണിക്കുന്നത്, കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫൈനൽ റീഡിങ്. അക്വാരിയസ്, ഈ പേഴ്സൺ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, റിലേഷൻഷിപ്പിലേക്കൊന്നും പോകില്ല. ലിയോ, വെർഗോ, പൈസീസ്. പക്ഷെ ചില സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റില്ല ക്യാൻസർ. അപ്പോൾ അതിങ്ങനെ തിളച്ച് വരും പുറത്തേക്ക്. അപ്പോഴാണ് പ്രശ്നമാണ്. ജെമിനായി,
അപ്പോൾ അത് നിങ്ങൾ കൺട്രോൾ ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോവുക, അതാണ് സൊല്യൂഷൻ. പക്ഷെ ഇറങ്ങാനും പറ്റില്ല, പ്രശ്നം വിടാനും പറ്റില്ല എന്ന് പറയുമ്പോൾ അത് പണിയാവും. അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ക്യാൻസർ, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ റീഡിങ്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ഭഗവാൻ തരാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിങ് നിർത്തുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ. എല്ലാം ഹോളിഡേ മൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ന്യൂ ഇയർ, ക്രിസ്മസ് എല്ലാം നല്ല സന്തോഷമായിട്ട് നമുക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റട്ടെ അല്ലേ. അപ്പോൾ ബൈ ബൈ.